Hi everyone, it's me Rahul. Welcome to my FX YouTube channel. So നമുക്ക് വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, സോ മൺഡേ നമുക്ക് നാളെ എങ്ങനെ മാർക്കറ്റിൽ ചെയ്യാമെന്ന് നോക്കാം. സോ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ്, നാളെ മാർക്കറ്റ് മുകളിലോട്ട് പോവോ അതോ താഴോട്ട് വരുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായിരിക്കും നാളെ സെല്ലിംഗ് ആയിരിക്കും മാർക്കറ്റിലുണ്ടാകുക, ബൈയിങ് ആയിരിക്കുമോ? സോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വ്യൂവിൽ, അതായത് ഞാൻ മാർക്കറ്റ് അനാലിസിസ് ചെയ്തതിൽ എനിക്ക് എന്താണ് മനസ്സിലായത് അത് ഞാൻ എന്നത്തെയും നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 2 3 4 5 ഓക്കെ, ലാസ്റ്റ് 5 വീക്സ്, ഈ 5 വീക്സിനെല്ലാം ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്? ഈ വീക്കിൻ്റെ എല്ലാം താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീക്ക് കംപ്ലീറ്റ്ലി എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ സെല്ലിംഗ് ക്യാൻഡിൽ. സോ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, മാർക്കറ്റിൽ എപ്പോഴും ഹയർ ടൈം ഫ്രെയിംസ് നോക്കിയിട്ട് നമ്മൾ ബയാസ് സെറ്റ് ചെയ്തിട്ട് വേണം ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് എന്ത് ചെയ്യാൻ, നമ്മൾ ട്രേഡ് ചെയ്യാൻ. സോ നമുക്ക് നമ്മുടെ ബയാസ് എന്താണ്? അപ്പോൾ നമ്മുടെ ബയാസ് സ്റ്റിൽ ഒരു സെല്ലിംഗ് തന്നെയാണ്. നമ്മൾ ബൈയിങ്ങിലോട്ട് പോയിട്ടില്ല. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറഞ്ഞത്, മാർക്കറ്റ് ഒരുപാട് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റിന് നമുക്ക് മാർക്കറ്റിൽ ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് സെല്ല് ചെയ്ത് എക്സ്ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റിന് ആ ബൗൺസ് വന്നത്. എന്ന് വെച്ച് മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റ് ആയോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ മാർക്കറ്റ് ഈസ് നോട്ട് ബുള്ളിഷ്, സ്റ്റിൽ മാർക്കറ്റ് ഈസ് ബിയറിഷ്. ഓക്കെ, സോ അപ്പം വീക്കിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇസ് എ ക്ലിയർ സെല്ലിംഗ് ക്യാൻഡിൽ, അതായത് സെല്ലർ ഡൊമിനേറ്റ് ചെയ്യുന്ന ക്യാൻഡിലാണ് വീക്കിലിയിലുള്ളത്. ഓക്കെ, ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നിലുള്ള 1 2 3 കണ്ടിന്യൂസ് 3 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം ഒരു ബൗൺസ്, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ബൗൺസ് വന്നതും അതൊരു ഇമ്പോർട്ടൻറ്റ് സോൺ തന്നെയാണ്, 23,600. സോ ഇവിടുന്ന് ഒരുപാട് വട്ടം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തൊരു സോണാണ്. കണ്ടോ, ഇവിടുന്ന് ഒരുപാട് വട്ടം മാർക്കറ്റ് ഈ ഒരു വലിയ ഒരു സെല്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരുപാട് വട്ടം സപ്പോർട്ട് എടുത്തൊരു സോണാണ് ഈ 23,600 എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് അവിടെ നിന്ന് തന്നെയാണ് ഈ വട്ടവും സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതിൻ്റെ മുകളിലുള്ള 4 ഹവറിൽ എന്താണെന്ന് നോക്കാം. 4 ഹവറിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുന്നത് ഫ്രൈഡേ കംപ്ലീറ്റ്ലി ഒരു ബൈയിങ് സിനാരിയോ ആയിരുന്നു. സോ ബട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? സ്റ്റിൽ ബിയറിഷ് ആണ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ സ്റ്റിൽ ബിയറിഷ് ആണ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ടൈം ഫ്രെയിം 1 ഹവർ. ഓക്കെ, 1 ഹവർ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലെവൽസൊക്കെ ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് POIസും ഒക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. സോ അപ്പം 50 മിനിറ്റ്സിൽ നോക്കിയിട്ട് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യാം. ഓക്കെ, സോ നാളെ മൺഡേ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ, സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിന് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി സെല് ചെയ്യാൻ പോകത്തില്ല, ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കും. ഓക്കെ, സോ നമുക്ക് 1-2 സോണുണ്ട്. 23,700 ഈ ഒരു സോണ്, 23,700 മുതൽ 23,712 മുതൽ 700 വരെ ഈ ഒരു സോണിൽ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അഗെയിൻ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈക്ക് പോവാം. ഓക്കെ, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. അതല്ല മാർക്കറ്റ് നേരെ ഫസ്റ്റ് തന്നെ ഓപ്പണിംഗ് തന്നെ ചെറിയൊരു ഗ്യാപ്പോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് മാർക്കറ്റ് കയറിപ്പോവാണെങ്കിൽ 23,890 ഈ ഒരു ഏരിയ, 890, അതായത് 890 to 860 ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാം. എവിടെ വരെ നോക്കുക? അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും 23,800 ഏരിയ. സോ ഈ ഒരു ഏരിയ വരെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഏകദേശം നമുക്ക് ഒരു ചെറിയ ഡിപ്പ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 50 പോയിൻറ്റ്സ് എല്ലാം ക്യാച്ച് ചെയ്യാം. സോ ഇവിടുന്ന് പിന്നെ ഈ ഏരിയ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോരും. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്താൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ 23,800 to 860 ഈ ഒരു സോൺ കംപ്ലീറ്റ്, ഈ ഒരു ക്യാൻഡിൽ കണ്ടു, ഈ ക്യാൻഡിൽ ഒരു സോണായിട്ട് വരച്ച് വെക്കുക. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. സോ നിങ്ങൾ ഇതിനെ ഒരു കംപ്ലീറ്റ് ഒരു ക്യാൻഡിലായിട്ട് വരച്ച് വെക്കുക, ഈ ഒരു സോണായിട്ട് വരച്ച് വെക്കുക. സോ ഇവിടുന്ന് മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിന് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുക. ഓക്കെ, അതായത് മാർക്കറ്റ് ഇതേപോലെയൊക്കെ ഒരു സെല്ലിംഗ് കാണിക്കുകയാണെങ്കിൽ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സെല്ലിംഗ് ഇതേപോലത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, ഇതേപോലത്തെ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണൊക്കെ ഇവിടെ കാണുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും താഴോട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, താഴോട്ട് ട്രേഡ് ചെയ്യാം, ബിക്കോസ് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ബുള്ളിഷ് ആണ്. അതല്ല മാർക്കറ്റ് 23,900 നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് 23,900 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
നേരെ കയറി ബൈ ചെയ്യാനല്ല പറയുന്നത്. നെക്സ്റ്റ് ഡിപ്പിൽ മാർക്കറ്റ് എന്തായാലും ഡിപ്പ് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് ഡിപ്പിൽ നമുക്ക് മാർക്കറ്റിനെ ബൈ ചെയ്യാം. ബ്രേക്ക് ഔട്ടിൽ ബൈ ചെയ്യേണ്ട, അടുത്ത ഡിപ്പ് മാർക്കറ്റ് തരികയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. സോ ബട്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം സെല്ലിംഗ് സോണാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെങ്കിലും ഒരു ക്വിക്ക് സ്കാൽപ്പൊക്കെ നടത്താൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരെ, അതല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ ട്രേഡ് വരണമെങ്കിൽ ഇവിടുന്ന് താഴോട്ട് സെല്ലിംഗ് നോക്കുന്നതായിരിക്കും നല്ലത്. സോ ബൈ ഓൺ ദ ഡിപ്പ്, ദിസ് സെൽ ഓൺ ദ റൈസ് ഏരിയ എബോവ് 23,890. ഇതിന് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വരുന്ന ബൈയിങ് ഡിപ്പെന്ന് നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് 23,934, സെക്കൻഡ് ടാർഗറ്റ് 23,090. സോ ഇത് ഒരു മാർക്കറ്റിൻ്റെ സെല്ലിംഗ് സോണാണ്. സോ ഇവിടെ വരെ നമുക്ക് ബൈ ചെയ്ത് നമ്മുടെ ടാർഗറ്റിനെ അതല്ലെങ്കിൽ പ്രൈസിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് ബൈ ഓൺ ദ ഡീപ്പ്, സെൽ ഓൺ ദ റൈസ് എബോവ് 890 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, സോ മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത് നേരെ കയറി സെല്ല് ചെയ്യരുത്. ഓക്കെ, മാർക്കറ്റിൻ്റെ ഇവിടുത്തെ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കണം. മാർക്കറ്റ് ഈ ക്യാൻഡിലൊക്കെ കണ്ടോ, ഇതുണ്ടോ, സി 1 to ദിസ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ, ഇതേപോലത്തെ ഒരു ക്യാൻഡിലൊക്കെ വരികയാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെയാണ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നല്ല സ്ട്രോങ്ങിൽ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെയാണ് വന്ന് ഇവിടെ ക്ലോസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇങ്ങനെ ഒരു നല്ല സ്ട്രോങ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യാൻ നോക്കുക, ഇത് ഇവിടെ ക്ലോസ് ചെയ്യാൻ നോക്കുക. സോ അപ്പോൾ കണ്ടോ, ഇപ്പം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിന് ഡിപ്പ് തന്നു. അതായത് മാർക്കറ്റ് ആ ഈ ക്യാൻഡിലിനെ ജസ്റ്റ് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ ഏരിയയിലോട്ടൊക്കെ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സോണിലോട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യും, ഇതേപോലെ റീടെസ്റ്റ് ചെയ്യും. സോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സിലോട്ട് മാറ്റിയിട്ട് ബൈ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങൾക്ക്. ഞാൻ ഒരു വട്ടം കൂടെ സ്പീഡിൽ പറഞ്ഞുതരാം. ബൈ ഓൺ ദ ഡിപ്സ്, സെൽ ഓൺ ദ റൈസ് എബോവ് ദിസ് ഏരിയ. മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അടുത്ത റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ പുൾ ബാക്കിൽ ബൈ ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് 23,934, 23,970 സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, സോ ഇവിടുന്ന് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്. യു ക്യാൻ ക്യാച്ച്, ബട്ട് അത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു ക്വിക്ക് സ്കാൽപ്പ് പോലെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു ക്വിക്ക് സ്കാൽപ്പൊക്കെ ചെയ്യാം, ബട്ട് അത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സേഫ്ലി ചെയ്യാം. ഓക്കെ, സോ ലൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്, നോക്കിയാൽ മതി നിങ്ങൾ. സ്റ്റിൽ ഞാൻ ബിയറിഷാണ് മാർക്കറ്റിൽ, ഞാൻ ബുള്ളിഷ് ആയിട്ടില്ല. 23,900 മുകളിൽ മാർക്കറ്റ് പോകുന്നവരെ ഐ ആം നോട്ട് ബുള്ളിഷ്. 23,900 മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യട്ടെ, അത് അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആവട്ടെ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഹയർ ടൈം ഫ്രെയിമിൽ 50 മിനിറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ്, സോ ചെറിയ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ ഒരു നമ്മൾ SMC കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഈ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ മാർക്കറ്റ് ഈ സ്വിംഗ് ഹൈയുടെ താഴെയാണ്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടുന്ന് ലോ ഞാൻ വരച്ച് കാണിച്ചു തരാം. ലോ ഹൈ, ലോ ഹൈ, ലോ ഹൈ, ലോ ഹൈ, ലോ. സോ മാർക്കറ്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് മാർക്കറ്റിൻ്റെ സ്വിംഗ് ഹൈ. സോ ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ എന്തിൽ പോകത്തില്ല, നമ്മൾ ബൈങ്ങിൽ സ്ട്രോങ് ആയിട്ട് പോകത്തില്ല. ഇത് ബൈ ഓൺ ദ ഡിപ്സ് നമുക്ക് കിട്ടി, ഈ ഒരു ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്നിട്ട് പിന്നെ ബൈ ഓൺ ദ ഡിപ്സ് നോക്കുന്നതായിരിക്കും നമുക്കൊരു സേഫ് ട്രേഡ്. അതിന് മുന്നേ നമ്മൾ ബിയറിഷ് തന്നെയാണ്. കാരണം എന്താണ്, നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബിയറിഷാണ്. സോ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഹെവി ട്രെൻഡ് ലൈൻ, ഇവിടുന്ന് ഒരു വലിയ ട്രെൻഡ് ലൈൻ മുകളിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ വരച്ചിട്ടുണ്ട്, ഞാനിപ്പം മാർക്കറ്റിൽ നിന്ന് അത് വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. ഓക്കെ, കാരണം ഈ ലെവൽസ് എന്തായാലും എനിക്കറിയാം. സോ നിങ്ങളുടെ ചാർട്ടിൽ ട്രെൻഡ് ലൈൻ നോക്കിയിട്ട് വരച്ചിടുക. സോ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ ഹയർ ഫ്രെയിമിൽ, അതായത് 50 മിനിറ്റ്സ് ഇൻട്രാഡേ ഫ്രെയിമിൽ, ഹയർ ഫ്രെയിമിൽ മാർക്കറ്റ് എന്താണ് ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ 50 മിനിറ്റ്സ് അല്ല ഹയർ ഫ്രെയിം ഈസ് വീക്ക്ലി, ഡെയിലി ആൻഡ് 4 അവർ. ഇതൊക്കെയാണ് നമ്മുടെ ഹയർ ഫ്രെയിം. സോ ഹയർ ഫ്രെയിംസിൽ നമ്മളെന്താണ് 4 അവറിൽ നമ്മളെന്താണ് സ്റ്റിൽ ഡൗൺ ട്രെൻഡിലാണ്. സോ ഈ സ്വിംഗ് ഹൈയുടെ മുകളിലെ നമ്മുടെ എന്ത് വരത്തുള്ളൂ, 23,890 മുകളിലെ ഈ സ്വിംഗ് ഹൈയുടെ മുകളിലെ 4 അവറിലാണെങ്കിൽ പോലും, ഞാനിത് ജസ്റ്റ് കളഞ്ഞിട്ട് കാണിച്ചു തരാം. 4 അവറിലാണെങ്കിൽ പോലും ഈ സ്വിംഗ് ഹൈയുടെ മുകളിലെ നമ്മൾ എന്താവത്തുള്ളൂ, ബുള്ളിഷ് ആവത്തുള്ളൂ, നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരത്തുള്ളൂ. സോ സ്റ്റിൽ നമ്മളെന്താണ് 50 മിനിറ്റ്സിൽ മുതൽ ഹയർ ടൈം ഫ്രെയിം കൊണ്ട് നമ്മൾ സ്റ്റിൽ ബിയറിഷിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ മാർക്കറ്റ് അറിയാത്ത ഒരാൾക്ക് വന്നിട്ട് നേരെ ഇതിന് ഒരു മിനിറ്റൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു ബുള്ളിഷ് മാർക്കറ്റായിട്ട് തോന്നും. ഉണ്ടോ, ഇതൊരു വലിയ
മാർക്കറ്റ് മുകളിലോട്ട് പോയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് SMC മാപ്പിംഗ് അറിയുന്നവർക്ക് നമുക്ക് ഈ ഒരു ചെറിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റീനെ ക്യാച്ച് ചെയ്യാനുള്ള മൂവ്മെൻറ്റൊക്കെ നമുക്ക് IDM ചെയ്ത് ചെയ്യാം. അതല്ലാതെ നോർമൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ബിയറിഷ് ആണ്. ഓക്കെ, സോ ഞാൻ വരച്ച് കാണിച്ചിരുന്നായിരുന്നു മാർക്കറ്റിൻ്റെ സ്വിംഗ് ഹൈസ് ഏതൊക്കെയാണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്വിംഗ് ഹൈ. ഇതിന് മുകളിൽ മാർക്കറ്റ് പോട്ടെ, ഇതിന് മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബുള്ളിഷ് ആവും. സോ അവിടുന്ന് ബൈ ഓൺ ടിപ്സ് നോക്കാം, അല്ലെങ്കിൽ ഈ ഹൈക്ക് വേണ്ടിയുള്ള ടാർഗറ്റ്. സോ ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാനുണ്ട്. സോ ഇവിടെയൊക്കെ മാർക്കറ്റിൽ ലിക്വിഡിറ്റീസ് ഉണ്ട്. സോ ഈ ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റിനെ സെല്ല് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നാളത്തെ എൻ്റെ അനാലിസിസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.